നമസ്കാരം. രാശിപ്രകാരം നോക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് കാര്യങ്ങൾ ഇന്നേ ദിവസം അനുകൂലമായി തീരും. ജൂൺ 3-ാം തീയതി ഈ നാളുകാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇവർക്ക് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പല മേഖലകളിലും അത് പ്രതിഫലിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ അറിയാം. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരുന്ന ദിവസമായി തന്നെ മാറാം. ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് അപ്രതീക്ഷിതമായ ധനയോഗത്തിലേക്ക് വഴിമാറുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. യാത്രകളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യമുണ്ട്. എന്നാൽ കരുതലോടെ തന്നെ എല്ലാ കാര്യങ്ങളെയും സമീപിക്കണം, അല്ലെങ്കിൽ കരുതലോടെ തന്നെ മുന്നോട്ട് നീങ്ങണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. എല്ലാ കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിധിവരെ ഇന്നേ ദിവസം കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ആരോഗ്യം മികച്ചതായി തീരും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ അല്പം അനുകൂലമാക്കുക. മറ്റുള്ളവരുടെ സഹായം ലഭിക്കുക, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ചില ശുഭവാർത്തകൾ അപ്രതീക്ഷിതമായതോ അല്ലെങ്കിൽ വളരെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതായ ചില ശുഭവാർത്തകളാണ് എങ്കിലും കേൾക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കാം. പൊതുവിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ്. ഏവരും ഇന്നേ ദിവസം നിങ്ങൾ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. ദേവീക്ഷേത്രത്തിലെ കുങ്കുമം അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും വിശേഷം തന്നെയാകുന്നു. കാരണം ഇന്നേ ദിവസം നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ ചില ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇന്നേ ദിവസം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഇന്നേ ദിവസം അല്പം കൂടി ശ്രദ്ധ പുലർത്തുക. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ദോഷകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതായ ചില കാര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ അത് പ്രതിരോധിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് ഇന്നേ ദിവസത്തിന്റെ പ്രത്യേകത. പല വിധത്തിലും ദോഷകരമായ കാര്യങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനാൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായ ദിവസമാകുന്നു. പണം ചെലവഴിക്കുന്നതിന് യോഗം കാണുന്നുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുക. എന്നാൽ ധനം കൈകളിലേക്ക് വന്നു ചേരുക സഹായമായി ലഭിക്കുകയാണ് എങ്കിലും നിങ്ങൾക്ക് പല ആവശ്യങ്ങളും നിവർത്തിക്കുവാൻ സാധിക്കുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. പല കോണുകളിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരുടെ അതൃപ്തി പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. എന്നാൽ അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. തങ്ങൾക്കൊപ്പം വ്യക്തികളെ നിർത്തുവാൻ സാധിക്കുന്ന സമയമാണ്. അസ്വസ്ഥതകളുണ്ട് എങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം വന്നു ചേരും. അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമാവുകയും എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇന്നേ ദിവസം നിങ്ങൾ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശത്രു സംഹാര പുഷ്പാഞ്ജലി ഇന്നേ ദിവസം നിങ്ങളുടെ പേരിൽ നടത്തുന്നതും അതോടൊപ്പം ആ കുങ്കുമം നിത്യവും
നിങ്ങൾ അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും ശുഭകരമാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ആ കുങ്കുമം അണിയുന്നത് നിങ്ങൾക്ക് നേട്ടങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലും കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാണ്. എങ്കിലും ചില വ്യക്തികൾക്ക് നിങ്ങളോട് നീരസം ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ ഫലങ്ങൾ, തിരിച്ചടികൾ നിങ്ങൾക്ക് നൽകുവാൻ അത് തൊഴിലുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും മറ്റ് കാര്യങ്ങളിലാണ് എങ്കിലും നിങ്ങൾക്ക് ഫലപ്രദമായി ചെറുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില മാറ്റങ്ങൾ പ്രകടമാകുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായ സമയവുമാകുന്നു. ഈശ്വരചിന്ത വർദ്ധിക്കുന്നതായ ദിവസമാണ്. കാര്യക്ഷമമായി തന്നെ എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുവാനും പ്രശ്നങ്ങളെ പോലും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക സ്ഥിതി അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്തുവാൻ സാധിക്കും. കാര്യങ്ങൾ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങളെ അനുകൂലമാക്കുവാനും ധനനേട്ടങ്ങൾക്കും മറ്റ് നേട്ടങ്ങൾക്കും കാരണമാകുന്ന പ്രവൃത്തികൾ ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി നടത്തുകയും ആ കുങ്കുമം അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് ഏറ്റവും ശുഭകരവുമാണ്. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാരാണ് വൃശ്ചികം രാശിയിൽ വരുന്നത്. ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. എന്നാൽ ഇന്നേ ദിവസം ചില പ്രതിബന്ധങ്ങൾ, പ്രത്യേകിച്ചും ശത്രുതയുമായി ബന്ധപ്പെട്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അത് ചില വിഷമങ്ങൾക്ക് കാരണമാകും. എങ്കിലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ സന്തോഷം, സമാധാനം വർദ്ധിക്കും. കൊണ്ടുവരുവാൻ ഇത്തരം കാര്യങ്ങൾ സന്തോഷവും സമാധാനവും കൊണ്ടുവരുവാൻ സാധിക്കും. ധനലാഭം നിങ്ങളെ തേടിയെത്താം. ഉദ്ദിഷ്ടകാര്യ സിദ്ധി നിങ്ങൾക്ക് വന്ന് ചേരാവുന്ന ഒരു ദിവസം കൂടിയാകുന്നു. പല കാര്യങ്ങളിലും എതിർപ്പുകൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ആ എതിർപ്പുകളെ നിഷ്പ്രയാസം നേരിട്ട് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. കടബാധ്യതകൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുക. ആവശ്യങ്ങൾക്കുള്ള ധനം അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുമുണ്ട്. മുടങ്ങിക്കിടന്നിരുന്നതായ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ നിസാരവൽക്കരിക്കരുത് എന്ന കാര്യവും ഓർക്കണം. കൂടാതെ ഈ സമയം ചില ശ്രമങ്ങൾ വിജയത്തിലേക്ക് കലാശിക്കും. എങ്കിൽ പോലും ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില ശ്രമങ്ങൾ നടന്നു എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. ഇന്നേ ദിവസം പൊതുവിൽ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. സന്തോഷകരമായ നിമിഷങ്ങൾ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ധനപരമായോ അല്ലെങ്കിൽ മറ്റ് നേട്ടങ്ങളിലേക്ക് നയിക്കാവുന്നതായ പ്രവർത്തികൾ ചെയ്യുക. ശുഭകരമായ ചില കാര്യങ്ങൾ തേടിയെത്തുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതായ ചില കാര്യങ്ങൾ വാങ്ങിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പൊതുവിൽ ഈ സമയം കാര്യങ്ങൾ അനുകൂലമായി തീരാം. എന്നാൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഇന്നേ ദിവസം ശുഭകരമാണ്. ഇന്നേ ദിവസം ദേവിക്ക് പൂജിച്ച അഥവാ ദേവീക്ഷേത്രത്തിൽ നിന്നും ലഭ്യമായ കുങ്കുമം അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും ശുഭകരമാകുന്നു. ഇന്നേ ദിവസം ദേവി മന്ത്രങ്ങൾ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.